بسم الله الرحمن الرحيم. يا الخارجة. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاغفر لنا ولمشايخنا لأساتذتنا لجميع المسلمين. ബിസ്മില്ലാഹിന്റെ ബായിനെ പറ്റി രണ്ടർത്ഥമാണ് പറഞ്ഞത്. ഒന്ന് തബറുക്ക് മുസാഹ, എന്താണ് ഇസ്തിആനത്തിന്റെ ഭാഗ, അപ്പോ ആലത്താക്കും. അല്ലെങ്കിൽ തബറുക്കിനാണ് നിൽക്കുന്നത് മുസാഹബത്തിന്റെ ഭാഗമാകാനാണ് മൂപ്പര് പറഞ്ഞത്. ബാക്കിയുള്ളതിൽ വേറെ പലർത്തും പറഞ്ഞിട്ടുണ്ടാവും. വൽ ഇസ്മു ബാഹ് ജറ കള കാരണം കിസ്റാക്കള കാരണം പറഞ്ഞു. ഇസ്മ എന്ന പദം ഇന്ത അസ്ഹാബിന അൽ ബസ്വരീന ബസറാക്കാരായ നമ്മളെ പണ്ഡിതന്മാരെ അടുക്കല് മിനൽ അസ്മായി ഇസ്മുകളിൽ പെട്ടതാണ് അല്ലത്തി ഹുദിഫത്ത് അജാസുഹ, അതിന്റെ ഒടുവിന്റെ അക്ഷരം കളയപ്പെട്ടതാണ്. ലിഖത്രത്തുൽ ഇസ്തിമാലി, ഉപയോഗം അധികരിച്ചതിന് വേണ്ടി. സംവു എന്നാണ് അസുല് എന്നാണ് വരുത്താൻ പോണത്. സുമുവ് എന്നിട്ട് ഹംസ ഫസ്റ്റ് കൊടുക്കണതാ. ഹംസ ആ പദത്തിൽ പെട്ടതല്ല, അസുലിയ അക്ഷരത്തിൽ പെട്ടതാണ്. ലിഖത്രത്തുൽ ഇസ്തിമാലി, അവസാനം ഇങ്ങനെ കളയുന്നത് എന്തിനാ? അത് ഉപയോഗം അധികരിച്ചതുകൊണ്ടാ. ദമ്മ് ദമവാണ്, യദ് യഥവാണ്, ദമ്മി ദമ്മിന്റെ അസല് ദമ്മിയാണ് പോയി. പിന്നെ വബുനിയത്ത് അവൈലുഹാ അല സുക്കൂനി, അതിന്റെ ഫസ്റ്റ് ഭാഗം സുക്കൂന്റെ മേലെ മബ്നിയാക്കപ്പെട്ടതുമാണ്. അപ്പൊ ഇങ്ങട്ടെ അതിന്റെ മേല് കടത്തപ്പെട്ടു. മുബ്തദഅൻ ബിഹാ, ആ സുക്കൂൻ കൊണ്ട് തുടങ്ങപ്പെട്ടതായ നിലക്ക് ഹംസത്തുൽ വസ്ലി വഉദ്ഖില അലൈഹ, അതിന്റെ മേലെ കടത്തപ്പെട്ടു ഹംസത്തുൽ വസ്ലി, വസ്ലിന്റെ ഹംസയ. കൂഫക്കാര് ഇസ്മന്നാണ് അസ്ൽ എന്ന് പറയുന്നത് കേട്ടാ. പറയും ഇസ്മല്ല പറയുന്നത്. അവായിൽ ഫസ്റ്റ് ഭാഗ കളഞ്ഞത് എന്ന് പറയുന്നു. സമൗത്തു സമ്മൈത്തു, പേരിട്ടാൽ അങ്ങനെ പറയലേ, സമൗത്തു സമ്മൈത്തു. അപ്പൊ ഹംസ അസ്ലല്ല, അവസാനത്തെ അക്ഷരം യാ ആണെന്ന്. അവസാനത്തെ അക്ഷരം കളയപ്പെട്ടത് സമവ്, സമ്മൈത്തു സമയിത്തു എന്നൊക്കെ പറയണ്ടല്ല. സമൗത്തു എന്നൊക്കെ പറഞ്ഞ സമാ എന്ന പദത്തിൽ നിന്നുള്ളതാണ്. മേലെ മേലെയായി, അലൗത്തു എന്നാണ് അർത്ഥം. സമൗത്തു എന്ന് പറഞ്ഞാൽ ഇർത്തിഫായിന്റെ അർത്ഥം. അസ്മാ എന്നാണ് ജമ്മാക്കണതും. അപ്പോൾ അവസാനത്തെ അക്ഷരം ഹംസാണ്ടില്ല ഒന്നിക്കണേ. അല്ലാതെ ഫസ്റ്റത്തെ അക്ഷരത്തിക്കല്ല വല്ല തന്നെ. അപ്പൊ അവസാനത്തെ അക്ഷരം കളഞ്ഞതാണ് ബസറക്കാരുടെ അഭിപ്രായം. വസമ എന്നതിൽ നിന്നാണെന്നാണ് കൂഫക്കാർ പറയുന്നത്. എന്താണ് വസമ? ഫസ്റ്റത്തെ വാവാണ് അവിടെ, ഫസ്റ്റത്തെ അക്ഷരാണ് വാവ്. ولم يجز تخفيف أوله بالحذف لكون مستلزما لإعجاف الكلمة فخفف لإسكانه. والبصريون لما أرادوا تخفيف الصم في الطرفين لكثرة حذف الواو من آخره. واو കളഞ്ഞ് ബസ്റക്കാരെ. لذلك وللاحتراز عن تعاقب الحركات على حرف العلة, ഇല്ലത്തിന്റെ അക്ഷരത്തിലെ ഹർക്കത്ത് ഇങ്ങനെ ഉടനെ ഉടനെ വരലാച്ചിട്ട്. ولا يجوز ولم يجز تخفيف أولي بالهدف لكون مستلزم لإعجاف الكلمة.
അങ്ങനെ പിന്നെ സീന് സുക്കൂനും ചെയ്തു. സീന് തഖ്ഫീഫിന് വേണ്ടി എന്തും ചെയ്ത് സുക്കൂനും ചെയ്തു, പിന്നെ അലിഫും കൊടുത്തു. അപ്പൊ ഇസ്മ എന്നായി. എന്താ ഇസ്മ? ഇഫ് ലാമ കിടക്കുന്ന ഇഫ് എന്ന് വചന ഇഫ് അല്ലേ? ഇസ്മ എന്ന് പറഞ്ഞ ഇഫ് എന്നല്ല, ഇസ്മു എന്നുള്ളടത്തെ. പിന്നെ എന്താ അവരുടെ പതിവിൽപ്പെട്ടതാണ്. അവര് തുടങ്ങൽ മുത്തഹരിക്ക് കൊണ്ട് തുടങ്ങും. ഈ അറബികൾ അർക്കത്തുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുള്ളൂ. അപ്പൊ ഒരു അസലംസ കൊടുക്കുന്നതാണ്. സുക്കൂനിന്റെ മേലെ വഖഫും ചെയ്യും. ഇങ്ങോട്ട് അപ്പൊ തലക്കൽ അംസ കൊണ്ടുവരുന്നതിന്റെ കാരണം പറഞ്ഞാട്ടാ, മറ്റേത് വലിയ കാര്യമൊന്നുമല്ല. സുക്കൂന് മേലെ വഖഫ് എന്നുള്ള ഇവിടെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായ? ഹംസയെ കൊണ്ടതിന്റെ കാരണമാണ് പറയുന്നത്. ലഹു, ഈ ബസ്രക്കാരുടെ ഈ ഇതിന് തെളിവാകും തസ്രീഫ് ഫായിലാണ് അല അസ്മാഇൻ. അസ്മാഇന്റെ മേലൊക്കെ അവരതിനെ മാറ്റലുണ്ട്, ജമ്മാക്കുമ്പോ കൈകാര്യം ചെയ്യലുണ്ട്. അസാമിയ, ഇസ്മിനെ ജമ്മ അസാമിയ എന്ന് പറയലുണ്ട്. സുമ്മിയ, സമ പേരിട്ടാല് സുമ്മിയ എന്ന് പറയലുണ്ട്. സുമ്മിയത്ത് എന്താ വെച്ചാ വെക്ക, അങ്ങനെ പറയലുണ്ട്. പിന്നെ ഈ ഇസ്മിനെ പല കൈകാര്യം ചെയ്യുമ്പോ അവസാനത്തെ അതിങ്ങോട്ട് മടങ്ങി വരണുണ്ടല്ല, ഈ തസ്രീഫുകൾ അതിന് സാക്ഷിയാണ്. വേറെ സാക്ഷിനെ കൊണ്ടുവരും. മജീവു സുമൻ, സുമൻ എന്നും വരലുണ്ട് നാമനല്ലിന്. ഹുദൻ പോലെ ലുഗത്തൻ ഫീഹി ഇസ്മിൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ഭാഷയായിട്ട് സുമന്ന് വരലുണ്ട്. അപ്പൊ അവിടെ അലിഫാണ് അവസാനം വന്നത്. കാല കവി പാടി വല്ലാഹു അസ്മാക സുമൻ മുബാറക ആസാറകല്ലാഹു ബിഹി. വല്ലാഹു അസ്മാ, അവൻ പേരിട്ടു നിനക്ക് സുമൻ മുബാറക്കൻ ബർക്കത്താക്കപ്പെട്ട പേരിനെ ആസറക്ക നിന്നെ അല്ലാഹു തെരഞ്ഞെടുത്തു. അല്ലാഹു ബിഹി, ആ പേര് കൊണ്ട്. ഈസാറ ഒരു തെരഞ്ഞെടുക്കൽക്ക നിന്നെ ഒരു തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് അവിടുത്തെ ശരി. പിന്നെ പഞ്ഞ് ചെലോല് പറയുന്നത് കൽബുണ്ട്, കൂഫക്കാര് പറയുന്നത്. അതായത് അപ്പൊ അലിഫ് എന്തിന്റെ പകരൊന്നല്ലട്ടാ, കളയപ്പെട്ട വാവിന്റെ പകരൊന്നല്ല. അത് സുക്കൂൻ കൊണ്ട് തുടങ്ങൽ പ്രയാസമൊക്കെ കൂടുതൽ. ഈ ഉദാഹരണങ്ങളിലൊക്കെ ഫസ്റ്റത്തെ അക്ഷരമായ വസ്മ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് കൂഫാക്കാർ പറയുന്നത്. എന്തായിരുന്നു? വസ്മ. ഫസ്റ്റത്തെ വാവിനെ തൽക്കാലം ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് എന്ത് പറയുന്നത്? അസാമിയ, സുമൻ, സുമ്മിയ, സുമ്മിയത്ത് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റത്തെ വാവ് ഇങ്ങോട്ട് മറിച്ചിട്ടതാണ്. അങ്ങനെ വാദിക്കൽ ബഈദാണെന്നാണ് വൽഖൽബു ബഈദ് എന്ന് പറഞ്ഞത്. ഫസ്റ്റത്തെ വസ്മാണ് എന്ന് കൂഫക്കാരുടെ അഭിപ്രായം പറയുകയും, ഈ ഉദാഹരണത്തിന് കൂഫക്കാരുടെ മറുപടിയാണ് എന്ത്? അത് കൽബ് വന്നതാണ്. എന്ത്? ഫസ്റ്റത്തെ വാവിനെ എങ്ങോട്ട് കൊടുന്നതാണ്? ലാസ്റ്റിലേക്ക് കൊടുന്നതാണ് എന്നൊക്കെ വാദിക്കൽ ബഈദാണ്. ഇങ്ങോട്ട് ഇസ്മിനെ പിടിച്ചതാകുന്നത് സംവിൽ നിന്നുള്ളതാ, സംവിൽ നിന്നാണ്. സംവ എന്ന് പറഞ്ഞാല് പറയണ്ട അർത്ഥം.
ആ ലഅന്നഹു സമ്മു എന്ന് പറഞ്ഞാൽ റിഫഅത്തുൻ ലിൽ മുസമ്മ, പേരിടപ്പെടുന്നവൻക്ക് ഉയർച്ചയാണ്. സമവ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നർത്ഥമുണ്ട്. അപ്പൊ ഇസ്മുകളൊക്കെ നാമം നമ്മൾ പറയുന്ന ഉയർച്ച എന്നാണ് നേരെ അർത്ഥം. നേരെ അർത്ഥം ഉയർച്ച എന്നാണ്. കാരണം എന്തുകൊണ്ട്? പേരിടപ്പെട്ട ആൾക്ക് ഒരു ഉയർച്ചയാണ് അയാളുടെ പേര്. അയാൾ അറിയപ്പെടുക പേരുകൊണ്ടായിരിക്കും. അയാളുടെ സ്ഥാനം കൂടുതലൊക്കെ ആ പേരുമല. പേരില്ലാത്ത സാധനത്തിനൊന്നും സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും പേരിട്ടുണ്ട്. വാട്സപ്പ് വരെ ഉണ്ടാക്കുമ്പോൾ ഒരു പേരിടും. അല്ലാതെ വെറുതെ പുള്ളിക്കുത്തിട്ട് കാണും വാട്സപ്പ് ഉണ്ടാക്കൂലല്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്രൂപ്പിനൊരു പേരിടില്ല. അത് അറിയാനാണ്, ആൾക്കാരൊക്കെ അറിയാൻ. ഒരു ജ്വല്ലറിക്ക് വരെ പേരുണ്ട്. അപ്പോഴാണ് ആളുകൾ അറിയപ്പെടുള്ളൂ. പേരില്ലാത്ത സാധനം അറിയപ്പെടില്ല. ബസ്സിനും പേരുണ്ട്, പള്ളിക്കും പേരിടും, എന്നാലല്ലേ ആൾക്കാരെ അറിയപ്പെടുള്ളൂ. അപ്പൊ പേരുകളൊക്കെ അറിയപ്പെടുന്ന അതായത് കൊണ്ടാണ് ഈ സമ എന്ന പദത്തിൽ നിന്നിട്ടത്. കാരണം ഈ പേരുകള് മുസമ്മക്കുള്ള അതിന്റെ അടയാളമാണ്, ആ ഉയർച്ചയാണ്. പിന്നെ ഇസ്മ എന്നത് സിമത്ത് എന്നതിൽ നിന്ന് വന്നതാണ് എന്നാണ് ഒരു കൂട്ടര് പറഞ്ഞത്. ഇതൽ കൂഫക്കാരെടുക്കല്. സിമത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ അസല് വസമാണ്. വസമ സിമത്തായതാണ്. സിമത്ത് പിന്നെ ഇസ്മാക്കി. അപ്പൊ വസ്മന്നെയാണ് സംഭവം. സിമത്തിന്റെ അസൽ എന്താ? വസ്മാണ്. വസ്മ എങ്ങനെ സിമത്തായെന്ന് വെച്ചാല് വസ്മും സിമത്തൊക്കെ ഒരർത്ഥാണ്. വസ്മിനെ തൽക്കാലം ചെറിയൊരു ചേഞ്ച് ആക്കിയപ്പോ സിമത്തായതാണ്. സിമത്തിനെ ഇസ്മാക്കിയതാണ്. ഉദിഫത്തിൽ വാവ്, വസ്മിന്റെ വാവിനെ കളഞ്ഞു. എന്നിട്ട് വാവിനെ കളഞ്ഞിക്കാണ്ട് ആ വസ്ലിന്റെ അംസ കൊണ്ടു. അപ്പൊ എന്തായി? ഇപ്പൊ يعني أن الكوفيين جعلوا الاسم مشتقا من وسم يسم سمة. وسم يسم سمة. മനസ്സിലായോ? മസ്തറാണത് വസമന്റെ. അപ്പൊ സിമത്തൻ നമ്മുടെ ഇദത്തെന്ന് പറഞ്ഞില്ല. വഅദ യഇദു ഇദത്തൻ. ഇദത്തൻ അസ്ലു വഅദ എന്നല്ലേ? എന്നമാതിരി സിമത്തൻ അസ്ലു വസ്മെന്നാണ്. അതാണ് വസ്ലുഹു വസ്മു എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ വസ്മിൽ നിന്ന് പിടിച്ചെന്ന് വരാം. ശരിക്കും പറഞ്ഞാല് വസ്മിനെ പിന്നെ എന്താക്കിയതാണ്? വാവിനെ കളഞ്ഞിട്ട് ഹംസത്തുൽ വസ്ലി, വസ്ലിന്റെ ഹംസ അവിടെ കൊണ്ടുവന്നതാണ്. പിന്നെ സിമത്ത് വന്നത് നമ്മള് നേരത്തെ വാദന്റെ അവിടെ വാവിന് പകരം താവ് കൊടുക്കണം. ഹത്തായി നമ്മള് വാദന്റെ അവിടെ പറഞ്ഞിരിക്കണേ ഇടത്തൊന്ന് പറഞ്ഞിന് ഹത്താവ് കൊടുക്കുന്നേ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഉസ്താദെ വസ്മ എന്നതിൽ നിന്നാണ് അല്ലെങ്കിൽ സിമത്തിൽ നിന്നാണെന്ന് പറയുന്നത്? എന്ത് പറഞ്ഞില്ല? നേരത്തെ മസലാക്കാര് പറഞ്ഞ മാതിരി സമവിൽ നിന്നാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറയുന്നില്ല വസ്മിൽ നിന്നാണെന്ന് പറയാൻ? കർലിയാക്കില്ല ആലോചിക്കും. മാറ്റം വരുത്തൽ കുറവായിരിക്കും ഈ രീതിയിൽ പറഞ്ഞാല്. മറ്റേത് മുന്നിലുള്ളതിനെ ബാക്ക് കിട്ടുന്നും കൂടി പറയേണ്ടി വരും. വാവിനെ കളഞ്ഞു, പിന്നെ സീന് സുക്കൂനാക്കി, പിന്നെ സീനിന്റെ അവിടെ സുക്കൂന ആകെ പ്രശ്നമായി. പിന്നെ അവന് ആരെ കൊടുന്നു? ഹംസ കൊടുന്നു. ചിലയിടത്തൊക്കെ എന്തും ചെയ്യലുണ്ട്. മറ്റീനെ പിടിച്ചുകൊണ്ട് മുന്നിലുള്ള ബാക്കിലുള്ള അല്ല എന്താണ് എന്തിന്
അത് നമ്മളെ പറഞ്ഞില്ലേ, കൽബ് മറ്റുള്ള അഭിപ്രായം അല്ലെ. സമ്മിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഒരുപാട് തഗയീറാത്ത് വരുന്നുണ്ട്. സമ്മിന്റെ ആജിസ് കളഞ്ഞു വാവിനെ. പിന്നെ അവല് സുക്കൂന്റെ മേലെ അഭിനയാക്കി, സീന്റെ സുക്കൂന്റെ മേലെ ഹംസത്തുൽ വസ്ലി. മൂന്ന് പരിപാടി, മൂന്ന് പരിപാടി. വസ്മാക്കിയാലേ വസ്മിന്റെ വാവിനെ കളഞ്ഞു. വസ്ലിൽ ഹംസ ഇബ്താന് വേണ്ടി ഇതിന്റെ പകരത്തില് കൊണ്ടുവന്നു. അപ്പൊ രണ്ട് പരിപാടി ഉള്ളത്, മറ്റിടത്ത് മൂന്ന് പരിപാടി ഉണ്ട്. അതാ രണ്ടേ കൂപ്പക്കാരെ കാരണട്ടാ. ഇതിനെ തള്ളപ്പെട്ടു. മുസന്നിഫ് മറ്റേനാണ് മുത്തമതാക്കിയത്. ഇതിനെ തള്ളപ്പെട്ടു. ഹംസ ലം തൂഖദ്, അതിനറിയപ്പെട്ടിട്ടില്ല ദാഖിലത്തൻ കടന്നതായിട്ട്. സ്വദറ് കളയപ്പെട്ട ഒന്നിന്റെ മേലിൽ സ്വദറ് കളഞ്ഞിട്ട് ഹംസ കൊടുക്കുന്ന പരിപാടി അവരെ കലാമിലൊന്നും അറിയപ്പെട്ടിട്ടില്ല. സ്വദറ് കളഞ്ഞിക്കാണ്ട് ഹംസ കൊടുക്കുക, അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. ഉണ്ടോ? അപ്പൊ അത് എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചത്? അയ്യാത്ത പരിപാടിയാണ്. സ്വദർ വസ്മിലെ വാവ് കളഞ്ഞിട്ട് ഇസ്മൂന്നാക്കിയതാണ് പല കാരണം പറഞ്ഞത്. ഇങ്ങനെ വേറെ പദത്തിലില്ല. വേറെ പദത്തിൽ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി അറബി കലാമിൽ അങ്ങനെ കാണില്ല. അതുകൊണ്ട് ഇതിനെ മാത്രം അങ്ങനെ ആക്കാൻ പറ്റൂല. എന്താക്കാൻ പറ്റുള്ള അവസാനത്തെ വാവ് കളഞ്ഞെന്ന് വെക്കുക, ബസറാക്കാര് പറഞ്ഞ മാതിരി. എന്നിട്ട് പിന്നെ നമ്മളെ സുക്കൂൻ ചെയ്തപ്പോ സീന് സുക്കൂൻ ചെയ്തപ്പോ പ്രശ്നമായപ്പോ പിന്നെ നമ്മൾ ഹംസനെ കൊടുത്തത് വെക്കുക. രണ്ട് വീട്ടിൽ ഹംസനെ കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലാവില്ല? എന്താന്ന് മനസ്സിലാവില്ല. ഈ ഇസ്മിന്റെ ഭാഷയിൽപ്പെട്ടതാണ് സിമുൻ സുമുൻ എന്നൊക്കെ പറയും. ഇസ്മ എന്ന് പറഞ്ഞതിന് പകരം പേര് എന്നുള്ളതിന്, നാമം എന്നുള്ളതിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? സിമുൻ സുമുൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാവ് മുന്നത്തെ വാവാണെങ്കിലും ഒടുവിലെ വാവാണെങ്കിലും സംഭവം പൊയ്ക്കണ ഹംസ കൊടുക്കുന്നതുമില്ല. മനസ്സിലായ? അങ്ങനെ ഒരു പറച്ചിലുണ്ട്. നാമം എന്നുള്ളതിന് സിമു സുമു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാല ഒരു കവി പാടി ബിസ്മില്ലദി, അവിടെ അലിഫ് കൊടുക്കാതെ പാടിയത്. ബിസ്മില്ലദി ഫീ കുല്ലി സൂറത്തിൻ സിമു. കണ്ടാ അവിടെയുണ്ട് ബിസ്മി. ബിസ്മിന്റെ അവിടെ ഇല്ലെന്ന് വേണ്ട, ഇവിടെ ഏതായാലും ഉണ്ട്. ഒരുവന്റെ നാമം കൊണ്ട് ഫീ കുല്ലി സൂറത്തിൻ, എല്ലാ സൂറത്തിലും ഉണ്ട് സിമുഹു, അവന്റെ നാമം. ഞാൻ തുടങ്ങുന്നു. സിമു എന്ന് പറഞ്ഞല്ല, ഇസ്മുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ഇസ്മു. ഇനി വേറൊരു പോയിന്റ് പറയട്ടാ. ഇസ്മ എന്നത് ആ പദത്തിനെയാണോ ഉദ്ദേശം? അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നെന്ന് പറഞ്ഞാല് നാമം മാത്രമാണ് ഉദ്ദേശം. ഷാഹിർ വന്നു എന്ന് ഞാൻ പറഞ്ഞാല് ഷാഹിർ എന്ന നാമം വന്നതാണോ, എന്ന വ്യക്തി വന്നു എന്നല്ല, മുസമ്മയെ അല്ലേ ഉദ്ദേശിച്ചത്? ഷാഹിർ വന്നു എന്നാ പറയണത്, ഉദ്ദേശിക്കുന്നത് മുസമ്മ. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് എന്ന് പറഞ്ഞാല് ആ പദം എന്നാണോ ഉദ്ദേശം? മുസമ്മ, എന്നാൽ ആ വ്യക്തി അല്ലാത്തതാണ്. മുസമ്മ പേരിടപ്പെട്ട വ്യക്തി എന്ന് പറയണോ? ആ പേരിടപ്പെട്ട ആള് അല്ലാത്തതായിരിക്കും ലഫ്ദ് മാത്രം ഉദ്ദേശിച്ചാൽ. മനസ്സിലായില്ലേ? ഈ പദം എന്ന് പറഞ്ഞാല് എന്താണല്ലോ, വ്യക്തിയല്ലല്ല, മുസമ്മല്ലല്ല. ഈ പദം ഉണ്ടാകുന്നത്
മുറിഞ്ഞതായ അക്ഷരങ്ങളാലാണ്, ശബ്ദങ്ങളാലാണ് ഈ പദം ഉണ്ടാകുന്നത്. ഒരു കാറത്തിൽ മുറിഞ്ഞതായ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതെന്നല്ല, അതെന്തല്ല, ഉറച്ചു നിൽക്കുന്നതല്ല. ശബ്ദം ഉറച്ചു നിൽക്കും. ഒരു ശബ്ദം ഉണ്ടായി, ആ ശബ്ദം കഴിഞ്ഞു, ഈ പുതിയ ശബ്ദം വരും. ആ ഒരു അക്ഷരം വരുമ്പോ മാത്രമേ ശബ്ദം ഒറ്റ സെക്കൻഡ് ഇല്ല. ശബ്ദത്തിന് മുറിഞ്ഞതാണ്. എന്തല്ല ശബ്ദങ്ങളൊന്നും എന്തല്ല, ഒരു ശബ്ദം ഇങ്ങനെ അതേ ശബ്ദം ഇങ്ങനെ തുടരുമോ? ഊന്ന് പറയുമ്പോ നിന്നി തുടർന്നില്ല. ഇല്ല ഇല്ല, ഊന്ന് പറയുമ്പോ ഒരു ശബ്ദം, അതിന്റെ തൊട്ടടുത്ത ഇതിലും വേറൊരു ശബ്ദം വരുന്നു. വയഖ്തലിഫു, പദങ്ങൾ വ്യത്യാസമുണ്ട്. ഇഖ്തിലാഫിൽ ഉമമി വൽ അസ്വാരി, സമുദായങ്ങൾ കാലഘട്ടങ്ങളൊക്കെ വ്യത്യാസമാകുമ്പോ ഒരു വ്യക്തിക്ക് പല പേരുകളും ചിലപ്പോ പറയലുണ്ട്. ലഫ്ദ് മുസമ്മി ഒന്നല്ലാന്നറിയാം. മനസ്സിലായ? വയതാദു താറത്തൻ, ലഫ്ദ് ചിലപ്പം എണ്ണമുണ്ടാകും. വയത്തഖിദു ഉഖ്റ, ചിലപ്പോ ഒന്നേ ഉണ്ടാകും. അപ്പൊ സൈനബ് തോലിക്കാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരപ്പ തോലിക്കായത്? പതാണോ? മുസമ്മല്ലേ? ഇസ്മ കൊണ്ട് ലഫ്ളുല്ലദി ഹുവ അസ്വാത്തു മുഖത്താ വ ഹുറൂഫുൻ ഉദ്ദേശിച്ചാൽ ലാബുദ്ദ അൻ നുബയ്യിന അവലൻ അന്നൽ ഇസ്മ മാ ഹുവ വ അന്നൽ മുസമ്മ മാ ഹുവ ഹത്താ നൻദുറ ബഅദ ദാലിക ഫി അന്നൽ ഇസ്മ ഹൽ ഹുവ നഫ്സുൽ മുസമ്മ, ഇസ്മ മുസമ്മ തന്നെയാണോ ഗൈറുഹു. ഫനഖൂലു ഇൻ കാന അൽ മുറാദു ബിൽ ഇസ്മി ഹുവ അൽ ലഫ്ളുല്ലദി ഹുവ അസ്വാത്തു മുഖത്താ, അല്ലാക്കി പ്രസംഗിക്കോനെ നമ്മളെ ഈ ഹാസിയ അസ്വാത്ത് മുഖത്തായാണോ ഹുറൂഫ് മുഅല്ലഫയാണ് ആവാം. വബിൽ മുസമ്മ ദവാത്തു, മുസമ്മ എന്ന് പറഞ്ഞാൽ ദവാത്താണ്. ഫി അൻഫുസിഹ വൽ ഹഖായിഖു ബി അഅയാനിഹ ഫൽ ഇൽമു ദറൂരി ഹാസിലൻ ബിഅന്ന അൽ ഇസ്മ ഗൈറുൽ മുസമ്മ. ലഫ്ദ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ മുസമ്മ ഇസ്മു രണ്ടാണ്. ദറൂറത്ത് അന്നൽ അസ്വാത്തുൽ മുഖത്താത്തുൽ ഗൈറുൽ കാറ തഖ്തലിഫു, അസ്വാത്തുകൾ വ്യത്യാസം ഉണ്ടല്ലോ. ബിഖ്തിലാഫിൽ ഉമമി വൽ ആശാരി, കാലങ്ങൾ വ്യത്യാസം അനുസരിച്ച് അസ്വാത്തുകള് അവിടുന്ന് പിന്നേക്കല്ലേ.